ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഇതാ ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരുപാട് മുന്നേ ചോദിച്ച ഒരു റെസിപ്പിയാണ്, പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിത് ഷെയർ ചെയ്യുന്നത്, ഇതിവിടെ 2 ടൈപ്പുള്ള ക്യാരറ്റ് പോളയാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് വളരെ ഈസിയും ഒന്ന് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ക്യാരറ്റ് പോളയാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിതാ ഒരെണ്ണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തതും മറ്റേ 2 നമ്മൾ പീസാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് ആവണമെങ്കിൽ കുക്കറിലിട്ടാലും മതി. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞ പോലെ ആവണമെന്നില്ല കേട്ടോ, കുറച്ചൊക്കെ വെന്ത് ആ ഒരു രീതിയിൽ ആയാൽ മതി കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു പാനിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് നമ്മൾക്കിതിൽ ഗ്രേറ്റ് ചെയ്ത ഈ ഒരു ക്യാരറ്റ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ക്യാരറ്റ് പോളയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റ് പോളയാണ്, അത് വളരെ ഈസിയാണ് കേട്ടോ, ഈ ഒരു പണിയൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, എൻ്റെ ഫോളോവർ അവർ സെയിൽ ചെയ്യുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അതും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നന്നായി വേവിച്ച് ആ ഒരു വെള്ളം ഞാൻ വറ്റിക്കുന്നുണ്ട്. അത് വറ്റിയതിന് ശേഷം ഞാൻ ചൂടാറിയ ശേഷമാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പിലും കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു പാല്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 5 മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനിയിപ്പോൾ 5 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടു, പാലൊഴിച്ചു, പിന്നെ മുട്ട ചേർത്തു, പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ഒരു മുട്ടയ്ക്ക് 1.5 ടേബിൾ സ്പൂൺ കണക്കിനാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. പിന്നെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ബ്രെഡാണ് കേട്ടോ ചേർക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ട അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് ഓവർ മധുരമില്ല, പാകത്തിനുള്ള മധുരം മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരക്കുന്ന സമയത്ത് ആ ഒരു ക്യാരറ്റിൻ്റെ ചൂടെല്ലാം നല്ലോണം പോയിട്ട് വേണം അരക്കാൻ. ഇനി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അരച്ചതിന് ശേഷം നമ്മൾക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റും ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇതിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലൈറ്റായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് നമ്മൾക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ട് ആ ഒരു ഗ്രേറ്റ് ചെയ്തത് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടണം. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്കിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ഒന്നെങ്കിൽ അടിയിൽ വേറെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടും വേവിക്കാം, അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തോളം വന്നിട്ടുണ്ട്. അത്രയും ചെറിയ ഫ്ലെയിമിലിട്ടത് കൊണ്ടാണ് ടൈം എടുത്തത്. പിന്നെ നിങ്ങൾ അടിയിൽ തട്ടെല്ലാം വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് സൈഡെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തിരിച്ചിടുന്ന സമയത്ത് അടിഭാഗമൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അടിയിൽ നമ്മൾ മറ്റു ഷീറ്റ് ഉണ്ടല്ലോ, സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്, അത് തിന്നല്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നല്ലോണം തെളുപ്പല്ല, കുറച്ച് തടിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ക്യാരറ്റാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ്, ഇതുപോലെ വേവിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 4 മുട്ട ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം 4 എന്നുള്ള കണക്കിന് നമുക്ക് ഓർത്ത് വെക്കാനും ഒന്നുകൂടി ഈസി ആവും. ഇങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ മുട്ടയുടെ അളവ് കൂട്ടുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എന്തായാലും 4 മുട്ട എടുത്തിട്ടുണ്ട്, 4 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിലേക്ക് ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട 4 മുട്ടയാണ് എടുത്തത്. മുട്ടയുടെ അളവ് കൂട്ടാം, നമുക്ക് 5 മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് 4 മുട്ട 4 ക്യാരറ്റ് 4 ഏലക്ക അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക നമ്മൾ പൊടിച്ച് എടുക്കുന്നതിനേക്കാളും ഫ്രഷോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കൻ്റെ തൊലി കളഞ്ഞിട്ടോ കളയാതെയോ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ ചാനൽ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട ഒരു റെസിപ്പിയാണ്. ഫസ്റ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റെസിപ്പി തന്നെ ആക്കിയത്. പിന്നെ ഇത് ഇന്നും ഞാൻ ഇത് തന്നെയാണ് അധികം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അതൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല, പാൽപ്പൊടിയാണ് അതിന് പകരം. അതും ഒരു 4 സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അതൊരു 3 സ്പൂണ് ചേർത്തത്. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ 2 സ്ലൈസ് ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം അടിച്ചതിന് ശേഷം ഇതാ നമ്മൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു ഇതുപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ക്യാരറ്റിലും എല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായില്ല, ചെറിയ തരിയൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു തരിയൊന്നും നമുക്ക് പ്രശ്നമാവില്ല, നല്ല കറക്റ്റായിട്ടുണ്ടാവും. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടച്ചിട്ട് വേവിച്ചെടുക്കാം. സൈഡെല്ലാം സ്പാച്ചില കൊണ്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് ആ ഒരു ഭാഗവും ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഓള. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഏത് പോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലത്തെ തന്നെയാണോ ഉണ്ടാക്കുന്നത് അതോ വേറെ ടൈപ്പാണോ എന്നുള്ളതും പറയണേ. ഓരോരാൾ ഉണ്ടാക്കുന്നത് വേറെ വേറെ രീതിയായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഇന്ന് നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സ്നാക്കാണ്, അധികം ഓയിലൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് നൂഡിൽസാണ് എടുത്തത്. മസാലയൊന്നും അധികം ഇല്ല, അപ്പോൾ നൂഡിൽസ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നൂഡിൽസ് വേവിക്കാൻ വെച്ചു. ഇനിതാ പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി മിക്സാക്കി റെഡിയാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ നമ്മൾ ഓയിസ്റ്റർ സോസാണ് എടുക്കുന്നത്, അതും കുറച്ച് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഉപ്പ് ചേർക്കേണ്ട, ഈ ഒരു സോസിലെല്ലാം ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമ്മൾ പാനിലോട്ട് വെളുത്തുള്ളി ചെറുതായി ചതച്ചതും പിന്നെ നമ്മൾ സവാള ചെറിയൊരു പീസ് സവാളയും പിന്നെ ക്യാരറ്റും ആണ് എടുക്കുന്നത്. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും ഇട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം വെന്ത് ഇതാകുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാന്നേ ഉള്ളൂ. ഇനി നമ്മളിതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇട്ട് ഒന്ന് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു വഴറ്റുന്ന സമയത്ത് ബട്ടർ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ നമ്മളിത് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ മിക്സാക്കി വെച്ച ഈ ഒരു സോസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതാ കുറച്ചും കൂടി വെളുത്ത എള്ളുണ്ടല്ലോ അതും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഒരു മിക്സാക്കിയ മാവുണ്ടല്ലോ അതൊന്ന് പരത്തിയെടുക്കുക, ദോശ പോലെ നല്ല തിന്നാക്കി എടുക്കുക. ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് സൈഡെല്ലാം ഒന്ന് മടക്കി ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി ആയതുകൊണ്ട് സൈഡെല്ലാം പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുന്ന പോലെ ആക്കാം. അപ്പോൾ നല്ലോണം ഓയിലൊന്നും ചേർക്കേണ്ടതില്ല, കുറച്ചൊന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ഓയിലിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ട്. നൂഡിൽസ് ആയതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.